ജില്ലാ ആശുപത്രിയിലെ ഗർഭസ്ഥ ശിശുവിന്റെ മരണം ചികിത്സാ പിഴവിൽ ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ കൂടുതൽ പരാതികൾ. പ്രസവ വേദനയുമായി സഹായം അഭ്യർത്ഥിച്ച യുവതിയോട് മോശമായി പെരുമാറിയെന്നും ലേബർ റൂമിലേക്ക് മാറ്റാതെ സ്വന്തം നിലയിൽ വാർഡിൽ തന്നെ പ്രസവിക്കേണ്ടി വന്നതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഡോക്ടർ ബിന്ദു സുന്ദർ രോഗികളിൽ നിന്ന് പണം വാങ്ങിയിരുന്നതായും ആരോപണമുയരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നാണ് ആക്ഷേപം. നെടുമങ്ങാട് സ്വദേശി സൽമാനാണ് പരാതിയുമായി എത്തിയത്. ദേവൻ എം പി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സംഭവത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ സമാനമായ രീതിയിൽ പല ആരോപണങ്ങൾ ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു ആരോപണമായി മറ്റൊരു പരാതി കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായിരുന്നു ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും? സാർ, കഴിഞ്ഞ വർഷം 21/8/2025 എൻ്റെ വൈഫിനെ ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുവരികയും ലേബർ റൂമിലേക്ക് വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറായിരുന്നു ബിന്ദു സുന്ദർ ഡോക്ടർ. അപ്പോൾ വേറൊരു ഡോക്ടർ സിന്ധി എന്ന പേരുള്ള ഒരു ഡോക്ടറാണ് ഈ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് ആ ഡോക്ടർ ഡ്യൂട്ടിയിലില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് വേദന വന്ന് പ്രസവിക്കാൻ സമയത്ത് ഡോക്ടർമാരെയൊക്കെ കൈ കാണിച്ച് വിളിക്കുകയും ഡോക്ടറെ ഈ പ്രസവവേദന വരുന്നുണ്ട് എന്നൊന്ന് നോക്കുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പേഷ്യൻ്റ് അല്ലാത്തതിൻ്റെ പേരിൽ പുച്ഛത്തിൽ അപമാനിച്ച് തലതിരിച്ചിറങ്ങി പോവുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ആ വാർഡിൽ പ്രസവിച്ച് എൻ്റെ അമ്മ ചെന്ന് നോക്കുന്ന സമയത്ത് കൊച്ചും തള്ളയും പുറത്ത് കിടക്കുന്നു. അങ്ങനെ അവർ നിലവിളിച്ച് അയ്യോ ഓടി വരണേന്ന് നിലവിളിക്കുന്ന സമയത്ത് മറ്റുള്ളവർ വരികയും ഈ കൊച്ചിനെ പെട്ടെന്ന് തന്നെ എടുക്കുകയും നമ്മളിലേക്ക് തരികയും ചെയ്തു. അപ്പോൾ പ്രസവം നടക്കുന്ന സമയത്ത് ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ ആരുമില്ല, സ്വന്തമായാണ് പ്രസവിച്ചത്. അപ്പോൾ ആ സമയത്ത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വൈഫ് ഫ്രഷ് ആയതിനു ശേഷമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പ്രസവിച്ചത്, എന്നെ സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ കൂടെ നിൽക്കാനോ ആരുമില്ല, എനിക്ക് മാറ്റാത്ത പ്രയാസമായി പോയി, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്ക് മാനസികമായിട്ട് എനിക്കൊരു വിഷമമുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ പരാതി തയ്യാറാക്കി നമ്മുടെ സൂപ്രണ്ടിന് നൽകുകയും മറ്റുള്ള പരാതികൾ എൻ്റെ കൈവശം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ സൂപ്രണ്ട് ഭാഗത്തുനിന്ന് ഇത്രയും ദിവസമായിട്ടും ഒരു നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ബിന്ദു സുന്ദറിന്റെ അടുത്തായിരുന്നു ചികിത്സ തേടിയിരുന്നത്, മറ്റൊരു ഡോക്ടറുടെ അടുത്തായിരുന്നല്ലേ ചികിത്സ? പക്ഷെ അന്ന് പ്രസവം നടക്കുന്ന ദിവസം ബിന്ദു ഡോക്ടർ ആയിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിന്റെ അടുത്ത് പ്രസവ വേദന ഉണ്ടെന്നുള്ള കാര്യം ഭാര്യ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം? അവരെ പുച്ഛത്തോടെ അപമാനിച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. നേരത്തെ കുറച്ച് മുമ്പ് ബില്ല് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഈ ഡോക്ടർമാർക്ക് ഇവിടെയുള്ള ഡോക്ടർമാരെല്ലാം പണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരത്തിൽ പൈസയൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഡോക്ടർമാർ? ഞാൻ ഇതുവരെയും ഇങ്ങനെ ആർക്കും പൈസ കൊടുത്തിട്ടില്ല ഇതുവരെയും. പക്ഷേ ബാക്കിയുള്ളവർ ഇങ്ങനെ പൈസ വാങ്ങുന്ന ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അറിയിപ്പെല്ലാം കിട്ടിയിരുന്നു? ഉണ്ടായിട്ടില്ല, ഇതുവരെ എന്നെ വിളിച്ചിട്ടുമില്ല. ഏതായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് നേരെയും അവിടെ ഉണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റായിട്ടുള്ള ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർക്ക് നേരെയും ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്ന ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പേഷ്യന്റിന്റെ ചികിത്സയെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രസവ ദിവസം അർഹിക്കുന്ന ചികിത്സ നൽകിയില്ല എന്നൊരു പരാതി കൂടിയാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്.